തല തല്ലി, നാവ് മടങ്ങി, മുട്ടുമടക്കി, തലകുട്ടി തുടങ്ങിയിട്ടുള്ള പദങ്ങളെല്ലാം മന്ത്രങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് വളരെ സിമ്പിളാണ്. ഒന്നെങ്കിൽ അവർക്ക് കൂടിയ അളവിൽ സെക്ഷൽ ഊർജ്ജം കൂട്ടും അവരുടെ ബോഡിയിൽ. ചെറിയ ലൈറ്റ് പോയിസണിങ് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. നീ അതിന് പോകണ്ട, പ്രശ്നങ്ങളാണ്, നിന്നെ ചതിക്കും, ഇവൻ വലിയ പ്രശ്നങ്ങളുള്ള ഒരുത്തനാണ് എന്ന് ഈ ചെവിട്ടിക്കൂടെ പറയാൻ തുടങ്ങും. ഞാൻ കൂടിയ അളവിൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ കൂടിയ അളവിൽ അത് തന്നുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ടും സ്വീകരിക്കും. പല ഓഫീസുകളിൽ ഈ പ്രശ്നമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നാണയങ്ങളോ മറ്റെന്തെങ്കിലും ഭസ്മങ്ങളോ ഈ പറഞ്ഞ ചരടുകളോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചതിയനായ ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ നമ്മൾ ഭക്തനായതുകൊണ്ടോ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടോ വന്നതല്ല. ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്ന എല്ലാ മനുഷ്യർക്കും യൂണിവേഴ്സ് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ. നമുക്കൊരു തളർച്ചയായിരിക്കും, നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല, ഒരു ഭയങ്കര നെഗറ്റിവിറ്റിയും തളർന്ന് കിടക്കുക തുടങ്ങിയിട്ടുള്ള കാര്യം വേറെ ഒന്നുകൊണ്ടല്ല, ബോഡിയിലെ കംപ്ലീറ്റ് പ്രാണോർജ്ജം ഇറങ്ങിപ്പോയി. പലപ്പോഴും സ്പിരിച്വൽ ഹീലേഴ്സിനും ഈ പറയുന്ന സ്പിരിച്വലായിട്ട് പ്രോസസ്സിൽ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അവസാനം ഭയങ്കര ദുരന്തങ്ങൾ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. വേറെ ഒന്നുകൊണ്ടില്ല, ഈ എനർജീനെ നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ, ഒറ്റപ്പെടൽ അനുഭവിച്ച് വന്നപ്പോൾ, തകർന്ന് തരിപ്പടമായപ്പോൾ, കൂടെ നിന്ന ആളുകളെല്ലാം ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ച് പോയപ്പോൾ പ്രണയഭക്തിയാണ് യഥാർത്ഥ ഭക്തി. പ്രണയത്തിലൊന്നുമില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല, അത് വേദനിപ്പിച്ചാലും പ്രശ്നമില്ല, ഇനിയിപ്പോൾ സ്നേഹിച്ചാലും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. ഇക്ലിപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കില്ല, അത് പ്രതീക്ഷിക്കരുത്. ഇക്ലിപ്പെടുത്തുന്ന കാര്യങ്ങൾ വേറെ. യൂണിവേഴ്സ് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ വേദനിച്ചിരിക്കും, നിങ്ങൾ കരയും, നിങ്ങൾ നിന്ന് കരയും, നിങ്ങൾ വർഷങ്ങളോളം കരയും. ആ കരച്ചിൽ കാണാനോ കണ്ണീര് കാണാനോ ഒരു മനുഷ്യനും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ആ കണ്ണുനീര് ഒപ്പാൻ പോലും നിങ്ങളുടെ അടുത്ത് ആരും വരില്ല. കാരണം ഇവിടെ സ്നേഹം കൊടുത്തതിൻ്റെ പേരിൽ വേദനിച്ച ആളുകളേ ഉള്ളൂ. സഹായിച്ചതിൻ്റെ പേരിൽ നശിച്ചു പോയ ആളുകളെ നമുക്ക് ചുറ്റുള്ളൂ. സഹായിച്ചതിൻ്റെ പേരിൽ നോബൽ പ്രൈസ് കൊടുത്തതോ സഹായിച്ചതിൻ്റെ പേരിൽ ജീവിതം രക്ഷപ്പെട്ട ഒരാളുടെ പേര് പറയാമോ? കാണൂല. എന്നെ പറ്റിച്ചോളൂ, എന്നെ ചതിച്ചോളൂ, നമ്മുടെ കഴിവുകേടിൻ്റെയാണ്. ഒരാളും കൈ കൊണ്ടുണ്ടാവും. കൂടോത്രം, ബ്ലാക്ക് മാജിക്ക് പല രീതിയിലും കേട്ടിട്ടുണ്ട്. ഈ കുടം കമഴ്ത്തുക, അല്ലെങ്കിൽ മുട്ട വയ്ക്കുക, അങ്ങനെയൊക്കെ. അതൊക്കെ ശരിക്കും ഉള്ളതാണോ? അല്ലെങ്കിൽ അത് ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു വിശ്വാസത്തിന്, നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിനെ വിലക്കെടുക്കുന്ന ഒരു ഇതാണോ? ഈ കൂടോത്രം എന്ന് പറയുന്നത് ഉപാസന ശക്തി കൊണ്ടോ പ്രാണോർജ്ജത്തിൻ്റെ കൂടിയ അളവിലുള്ള അളവ് നമ്മുടെ ശരീരത്തിൽ, എനർജി ശരീരത്തിലുള്ള വ്യക്തികൾക്കാണ് പലപ്പോഴും കൂടോത്രം ചെയ്യാൻ പറ്റുക. ഇവരെങ്ങനെയാണ് എനർജി എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ മെഡിറ്റേഷൻ ചെയ്തോ, മന്ത്രജപങ്ങളോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് ഈ എനർജിയുടെ പ്രാണോർജ്ജത്തിൻ്റെ അളവ് ഞാൻ എൻ്റെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഞാനും ഗ്രീഷ്മയും തമ്മിൽ അപ്പോൾ എന്താ വ്യത്യാസം? ഗ്രീഷ്മയുടെ ശരീരത്തിലുള്ള എനർജിയുടെ 100 മടങ്ങ് എൻ്റെ ശരീരത്തിൽ എനർജീനെ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ എനർജീനെ മറ്റൊരു ശരീരത്തിലോട്ട് പാസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? ഒരു എനർജി മറ്റൊരു ബോഡിയിലോട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എനർജി ആണല്ലോ നമ്മുടെ ബോഡി. ആ എനർജിയിലോട്ട് എനിക്ക് മറ്റൊരു എനർജി എനിക്ക് തരാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഗ്രീഷ്മയുടെ ചക്രകൾ, നമ്മുടെ ബോഡിയിലെ ചക്രകളെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഗ്രീഷ്മയ്ക്കെതിരാണ് കൂടോത്രം ചെയ്യുന്നത്. ആ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഗ്രീഷ്മയ്ക്കെതിരെ കൂടോത്രം ചെയ്യണം. അപ്പോൾ ഗ്രീഷ്മനെ എനിക്ക് ഉപദ്രവിക്കണം. 2-3 രീതിയുണ്ട്. അതിൽ ഒരു രീതി എന്താണെന്ന് പറയുന്നത്, ഗ്രീഷ്മയുടെ ഫോട്ടോസ് എടുത്തിട്ടോ, അല്ലെങ്കിൽ ഗ്രീഷ്മ ഉപയോഗിക്കുന്ന എന്തെങ്കിലും നഖോ, ഗ്രീഷ്മയുടെ DNA ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണോ അതാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ കൂടിയ അളവിൽ എനർജി ക്രിയേറ്റ് ചെയ്ത് ആ എനർജിയിലോട്ട് തല തല്ലി, നാവ് മടങ്ങി, മുട്ടുമടക്കി, തലകുട്ടി തുടങ്ങിയിട്ടുള്ള പദങ്ങളെല്ലാം മന്ത്രങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് കട്ട നെഗറ്റീവാക്കി ഗ്രീഷ്മയിലോട്ട് ഇത് പാസ് ചെയ്യും. ഇതിന് കുറേ പ്രോസസ്സുകളുണ്ട് ഈ പറയുന്നത്. നമ്മളിത് കെട്ടി നിർത്തുക തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ പ്രോസസ്സുകളെല്ലാം ചെയ്ത് ഗ്രീഷ്മയിലോട്ട് തന്നെ ഇത് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. കുറച്ച് നേരം പമ്പ് ചെയ്യുമ്പോൾ ഗ്രീഷ്മയുടെ ആക്റ്റീവായിട്ടുള്ള ചക്ര ഏതാണോ അത് പതുക്കെ ഡൗൺ ആവാൻ തുടങ്ങും. ചുറ്റുള്ള എനർജീനെ മൊത്തം ഡൗൺ ആവാൻ തുടങ്ങും.
എന്നിട്ട് ഈ ഫോഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മെത്തേഡ് ഇപ്പോൾ തകിടാവട്ടെ കുടമാവട്ടെ എന്തോ ആവട്ടെ ഇതിൽ നിന്ന് ഗ്രീഷ്മയോട്ട് ഫുള്ളും നെഗറ്റീവായിട്ടുള്ള സജഷൻസും എനർജിയും ഗ്രീഷ്മയുടെ ബോഡിയിലോട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കും. ആ നിമിഷം മുതൽ പിന്നെ ഗ്രീഷ്മ ചിന്തിക്കുന്ന മുഴുവൻ നെഗറ്റീവായിരിക്കും. ആ നിമിഷം മുതൽ ഗ്രീഷ്മയുടെ എനർജി എൻ്റർലി ചേഞ്ച് ആവാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്നാണോ ഞാൻ അവസാനിപ്പിക്കുന്നത് അന്നാണ് ഗ്രീഷ്മയ്ക്ക് ബോധം വരുള്ളൂ. പതുക്കെ ഡിപ്രഷനിലോട്ടോ പതുക്കെ മാനസികമായ പ്രശ്നത്തിലോട്ടോ എനർജിയുടെ വേരിയേഷനിലോട്ടോ സൂയിസൈഡ് ടെൻഡൻസിലോട്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളിലോട്ട് ഗ്രീഷ്മ പതുക്കെ കൺവേർട്ട് ആവാൻ തുടങ്ങും. ഇത് ഓരോ മെത്തേഡ് ഉണ്ട്. നമുക്ക് അവയവങ്ങളെ സ്തംഭിപ്പിച്ച് കളയാം, ബോധത്തെ സ്തംഭിപ്പിച്ച് കളയാം, നാക്കിന്. ഇപ്പോൾ ഗ്രീഷ്മ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഗ്രീഷ്മയുടെ വേറെ ഒന്നും ഗ്രീഷ്മന് ചെയ്യേണ്ട ആവശ്യമില്ല. ബോധത്തെയും നാക്കിനെ മാത്രം പിടിച്ച് കെട്ടിയാൽ മതി. അനങ്ങാൻ പറ്റില്ല. പറയുന്നത് മൊത്തം തെറ്റിപ്പോവും. 2-3 വട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാൽ തന്നെ ഗ്രീഷ്മയുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. 3-4 വട്ടം നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കോൺഫിഡൻസിനെ ബാധിക്കും. എന്ന് പറഞ്ഞാൽ ഫിയർ ജനറേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിവില്ല എന്ന് ഗ്രീഷ്മ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഇത് കടന്നു പോകുന്നത്. ഇനി നടന്മാർ, കുറേ സിനിമാ നടന്മാർക്ക് ഒരുപാട് നെഗറ്റീവ് ഇഷ്യൂ ഉണ്ട്. കുറേ കൂടോത്രം നെഗറ്റീവ് ബാധകളും ബാധാദോഷമൊക്കെ വരുന്ന ഒരുപാട് സിനിമാ നടന്മാരെ എനിക്കറിയാം. എൻ്റെ അടുത്ത് ഒരുപാട് കൺസൾട്ടേഷൻ എടുക്കുന്ന മലയാള സിനിമാ നടന്മാരുടെ കാര്യം പറയുന്നത്. ഇതെല്ലാം ശത്രുപക്ഷത്ത് നിന്നും തടയാനും തകർക്കാനുമായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് എന്താ കൊടുക്കുന്നത്? ഇപ്പോൾ ഒരു സിനിമാ നടനെ നശിപ്പിക്കണം, അവരെങ്ങനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റാം? നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു നടനോ നടിയോ ആവട്ടെ, ഒരു നടീനെ എടുക്കാം. ഒരു സിനിമാ നടി, അവൾ ഭയങ്കര ആക്റ്റീവാണ്, അവൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു കർമ്മം ചെയ്യാമെന്ന് വിചാരിക്കുക. എന്താ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുക? എങ്ങനെ നശിപ്പിക്കുക നമ്മൾ ആ സിനിമ നടീനെ? അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ ഡൗൺ ആക്കുക. പിന്നെ വർക്കൊന്നും ഡൗൺ ആക്കാൻ പറ്റില്ല. ആ വ്യക്തിയാണ് നമ്മൾ ചെയ്യുന്നത്, ആ സിനിമ നടീനെയാണ് നമ്മൾ തകർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ പെർഫോമൻസ്, അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്യാൻ പറ്റാത്ത രീതിയാവും. വളരെ സിമ്പിളാണ്. ഒന്നെങ്കിൽ അവർക്ക് കൂടിയ അളവിലുള്ള സെക്ഷൽ ഊർജ്ജം കൂട്ടും അവരുടെ ബോഡിയിൽ. മൂലാധാരത്തിൽ കിടക്കുന്ന സെക്ഷുവാലിറ്റീനെ ഹൈപ്പർ ലെവലിലോട്ട് എത്തിക്കും. അതല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് ഊർജ്ജം അവരിലോട്ട് സപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഒരു മനുഷ്യന് കൂടിയ അളവിലുള്ള സെക്ഷൽ ഊർജ്ജം ശരീരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? അൺകൺട്രോളായി പോകും. ശരിയല്ലേ? നമ്മൾ അതിനെ ബാലൻസ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ നോർമലായിട്ട് പോകുന്നത്. അല്ലെങ്കിലോ തകർന്ന് തരിപ്പടായി പോകും. നമ്മൾ ആരുടെ ഒപ്പം എങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകും. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. 2, അവർ കഴിക്കുന്ന ഭക്ഷണത്തിലോട്ടോ മറ്റെന്തിലോട്ടോ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ലൈറ്റ് പോയിസണിങ് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതാണോ ഈ കൈവിഷം എന്ന് പറയുന്നത്? അത് പോയിസണാണ്. ഇത് വയറ്റിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് എന്ത് പറ്റും? ഇവരുടെ ശരീരത്തിൽ വയറുവേദന, സ്കിന്നിന് അലർജി, ഇവരുടെ സ്കിന്നിനൊരു ഇഷ്യൂ വന്നാൽ തന്നെ കോൺഫിഡൻസ് മുഴുവൻ തകരുമല്ലോ. മുടി കൊഴിച്ചിൽ, ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം സംഭവിക്കാൻ തുടങ്ങും. അടുത്ത നിമിഷം മുതൽ ഇവരുടെ ശരീരത്തിലൂടെ ഒരു ബാധേനെ പിടിച്ച് കെട്ടാൻ തുടങ്ങും. ബാധേനും കൂടി കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും? ഇവർ ചിന്തിക്കുന്നത് മൊത്തം നെഗറ്റീവായിരിക്കും. ഇപ്പം നല്ലൊരു പ്രോജക്റ്റിന്, ഒരു സിനിമയുടെ പ്രോജക്റ്റിന് വേണ്ടി ഒരു സംവിധായകൻ വിളിച്ചു. ഈ ചെവിട്ടിൽ വെച്ച് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സംവിധായകൻ പറയാം, നല്ലൊരു പ്രോജക്റ്റാണ്, ഇത്ര പൈസ കിട്ടും, നല്ലൊരു അഭിനയമാണ് എന്നൊക്കെ പറയാം. ഈ ചെവിട്ടിൽ നിന്ന് ആരെന്ത് പറയും? നീ അതിന് പോകണ്ട, പ്രശ്നങ്ങളാണ്, നിന്നെ ചതിക്കും, ഇവൻ വലിയ പ്രശ്നങ്ങളുള്ള ഒരുത്തനാണ് എന്ന് ഈ ചെവിട്ടിക്കൂടെ പറയാൻ തുടങ്ങും. ഇത് പോസിറ്റീവാ, ഒരു പ്രശ്നമില്ല ശരിക്കും ഇവിടെ. പക്ഷേ ഇവിടെ നിന്ന് പറയാൻ തുടങ്ങും. ഇതാണ് നമുക്ക് ബാധാദോഷം വരുത്തിയാലുണ്ടാകുന്ന അപകടം. കൺഫ്യൂഷൻ വരും. ഇവൻ പറഞ്ഞു. അപ്പം നമ്മൾ എന്താ എപ്പോഴും ചിന്തിക്കുന്നത്? നമ്മുടെ ചിന്തകളിൽ എപ്പോഴും നമുക്ക് ശരി, നമ്മുടെ ചിന്തകളാണ് ശരിയെന്ന് നമുക്ക് എങ്ങനെ അറിയാം? നമ്മളെങ്ങനെ തീരുമാനിക്കും നമ്മുടെ ചിന്തകളാണ് ശരിയെന്ന്? നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് കൺഫ്യൂഷൻ വരാൻ തുടങ്ങും. ആ പ്രോജക്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ചിലപ്പോൾ ആ പ്രോജക്റ്റ് ആയിരിക്കും ജീവിതത്തിൽ ഏറ്റവും രക്ഷപ്പെടേണ്ട സമയം. ഈ മാനസികാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. കൂടിയ അളവിൽ എനർജി പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യം ഒരു ഡൗട്ട് വരാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ തലച്ചോറിന് പുറത്തുള്ള സിഗ്നലുകളെ, എനർജികളെ സ്വീകരിക്കാൻ കഴിവുണ്ടെന്ന് നിങ്ങൾ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ കാണാൻ പറ്റും. ശാസ്ത്രീയമായ പഠനമാണത്. പുറത്തുള്ള സിഗ്നൽസിനെ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള സിഗ്നൽ അല്ലാതെ പുറത്ത് ഉള്ള ഒരു എനർജിയുടെ സിഗ്നൽ ഞാൻ ശരീരത്തിലോട്ട് പുഷ് ചെയ്താൽ അത് ബ്രെയിൻ സ്വീകരിക്കില്ലേ? ഞാൻ കൂടിയ അളവിൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ കൂടിയ അളവിൽ അത് തന്നുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ടും സ്വീകരിക്കും. ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യും. ഞാൻ ചിന്തിക്കുന്ന ആയിരിക്കില്ല ബ്രെയിൻ അപ്പോൾ അത് ആ വ്യക്തി ചിന്തിക്കുന്ന ആയിരിക്കില്ല പ്രോസസ്സ് ചെയ്യുന്നത്. നമുക്കിതിനെ മാറ്റാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. നിനക്ക് സൗന്ദര്യമില്ല എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഞാനത് ചെയ്തെങ്കിൽ എന്ത് ചെയ്യും? സൗന്ദര്യമില്ല എന്ന് തന്നെ വിശ്വസിക്കും. ഇനി ആരെന്ത് പറഞ്ഞാലും പറയും എനിക്ക് സൗന്ദര്യമില്ല. അന്ന് നിനക്ക് പഠിക്കാൻ കഴിവില്ല എന്ന് ഈ പറയുന്ന സങ്കല്പത്തിലോ പോയി കഴിഞ്ഞാൽ പിന്നെ പഠിക്കില്ല. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ വളരെ പെട്ടെന്ന് പഠനത്തിൽ ഡൗൺ ആയി പോകുന്നത്. 10ാം ക്ലാസ് വരെ ഭയങ്കര ആക്റ്റീവായിട്ട് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടുമ്പോഴാണ് നമ്മുടെ വീട്ടിലും ബന്ധുക്കാരുടെ ഇടയിലും മനസ്സിലാവുന്ന ഈ കൊച്ച് നന്നായി പഠിക്കുന്നത്.
+1 +2 അങ്ങ് പോയി കഴിയുമേ ഈ കൊച്ചിന് പഠിക്കാൻ പറ്റില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരു പ്രണയബന്ധം വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, മൊത്തം നെഗറ്റീവ് വരുന്നു. എന്ത് സംഭവിക്കുന്നത്? കൂടെയുള്ള ബന്ധുക്കാർ കൂടെ അളവിൽ സങ്കല്പം ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അതായത് ഈ കൊച്ചു പഠിച്ചു, അപ്പോൾ എൻ്റെ മോള് ഈ കൂടോത്രം ചെയ്യാനും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യാനും വളരെ ചെറിയ റീസൺ മതി, വലിയ റീസണൊന്നും വേണ്ട. ഇപ്പോൾ ഒരു സഹോദരൻ്റെ രണ്ട് സഹോദരന്മാർ, ഈ 2 സഹോദരന്മാർക്കും 2 മക്കൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സഹോദരൻ്റെ ഒരു മോള് പഠിക്കില്ല, ഒരു സഹോദരൻ്റെ ഒരു മോള് നന്നായി പഠിക്കും. ഈ 2 ഭാര്യമാരിലും ഒരാൾക്ക് ഈഗോ അടിക്കും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വിചാരം അവരുടെ അമ്മ നന്നായി നോക്കി പഠിപ്പിക്കുന്നത് കൊണ്ടാണ് മക്കൾ പഠിക്കണേ എന്നുള്ളൊരു പൊതുബോധം നമുക്കിവിടെ ഉണ്ട്. അതായത് പാരൻസ് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അവരുടെ ബുദ്ധിയാണെന്നുള്ളത്. ഒരു പാരൻസിൻ്റെ ബുദ്ധിയിലും അല്ല അവിടെ പഠിക്കുന്നത്, ആ കൊച്ചിൻ്റെ കഴിവാണത്. ആ കൊച്ചിന് നല്ലൊരു സാഹചര്യവും ഒരു അറ്റ്മോസ്ഫിയറും ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ടീച്ചേഴ്സും ആണെങ്കിൽ ആ കുഞ്ഞ് തന്നെ പഠിക്കും, അല്ലെങ്കിൽ ആ കുഞ്ഞ് പഠിക്കില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിന് പ്രശ്നമുണ്ട്, കുഞ്ഞ് പഠിച്ചില്ലെങ്കിൽ ഇത് പൊതുവെ അമ്മമാരുടെ തലയിലൊന്ന് വീഴും, അച്ഛന്മാർ ഇതൊന്ന് നൈസായിട്ടങ്ങ് സ്കൂട്ടാവും. ഈ സാധനം പേടിച്ചിട്ട് എന്ത് ചെയ്യും? സ്വന്തം കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടതിന് പകരം പഠിച്ചുകൊണ്ടിരുന്ന വീട്ടിലുള്ള കുഞ്ഞിനെ ഡൗൺ ആക്കാൻ ശ്രമിക്കും. ഈ പറയുന്ന കൈവശം പോലെയുള്ള വസ്തുക്കളോ അതല്ലെങ്കിൽ കൂടിയ അളവിൽ ധാരണ ചെയ്യുകയോ അല്ലെങ്കിൽ കൂടിയ അളവിൽ ഒന്ന് ചിന്തിച്ച് നെഗറ്റീവ് എനർജി ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശരീരത്തിലോട്ട് പുഷ് ചെയ്യും. ഈ കുഞ്ഞുങ്ങൾ തകർന്നു പോകും. എത്രയോ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. മറികടക്കാൻ അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? ഒറ്റ കാര്യമുള്ളൂ, നല്ല സ്പിരിച്വൽ പ്രോസസ്സ് കൊടുക്കുക. ഞാൻ എൻ്റെ ഒരുപാട് പ്രോസസ്സുകളിൽ ഈ പറയുന്ന കാറ്റഗറി സിവിൽ സർവീസ് പഠിക്കുന്ന കുട്ടികൾ, ഈ സയൻറ്റിസ്റ്റ് ആവുന്ന കുട്ടികൾ, ഒരുപാട് കുട്ടികൾ എൻ്റെ കീഴിൽ ഈ സാധനം ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, വളരെ സിമ്പിൾ പ്രോസസ്സുകളാണ്. നമ്മൾ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. സ്പിരിച്വലായ കാര്യങ്ങൾ നേരെ അമ്പലത്തിന് മുന്നിൽ ചെയ്യുന്നു, ദൈവമേ എന്നെ രക്ഷിക്കണേ, തേങ്ങ ഉടച്ചു, നമുക്ക് കാര്യം സാധിച്ചോളാം. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കാര്യം നടക്കണം. ഇതല്ലേ നമ്മുടെ ആവശ്യം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കൃത്യമായിട്ടുള്ള പ്രോസസ്സ് ഡെയിലി പ്രോസസ്സ് ചെയ്തു പോയാൽ കിട്ടും. അപ്പോൾ ഈ കൂടോത്രം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് ഇതാണ്. ഇനി ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസിൻ്റെ അകത്ത് ഒരു മാനേജർ പോസ്റ്റ് ഒഴിവുണ്ട്. 5 പേര് അവിടെ ഇതിനു വേണ്ടി വേക്കൻസിക്ക് വേണ്ടി നിൽക്കുന്നു. ഇതിൽ 5-ാമത്തെ ആൾക്ക് ഒരു കഴിവുമില്ല. അവൻ എങ്ങനെ ഇതിനകത്ത് വന്ന് പെട്ടതാ? ഈ 5-ാമത്തെ ആൾക്ക് ഈ മാനേജർ പോസ്റ്റ് വേണം. ഈ 5-ാമത്തെ ആൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കി 4 പേർക്കും എതിരെ കർമ്മം ചെയ്യും. കർമ്മം ചെയ്യുന്നത് മാത്രമല്ല, ഈ 4 പേർക്കും ഈ കൈവശം പോലെയുള്ള മാരകമായിട്ടുള്ള സാധനങ്ങൾ ഭക്ഷണത്തിലോ മറ്റു പല കാര്യങ്ങളിലോ കൊണ്ട് കൊടുത്ത് ഇവരുടെ ശരീരത്തെ ഡൗൺ ചെയ്ത് ഇവരുടെ ആ മാസത്തെ പെർഫോമൻസ് ഡൗൺ ആക്കും. എങ്ങനെയാണെന്ന് അറിയാമോ? കൈവിഷക്കൂട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പോയിസണാണ്. ഈ പോയിസൺ നമ്മുടെ ശരീരത്തിലോട്ട് എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വൻകൂടല്ലോ ചെറുകൂടല്ലോ പറ്റിപ്പിടിച്ചിരിക്കും. ഇങ്ങനെ പറ്റിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ഹോർമോണിലുണ്ടാകുന്ന ചേഞ്ചുകൾ, ഇതെല്ലാം നമ്മൾ കയറി ബാധിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിസൺ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മുടെ വയറിനായിരിക്കും ആദ്യം പ്രശ്നം വരാൻ തുടങ്ങുന്നത്. 1 ആഴ്ച 2 ആഴ്ച വയറുവേദന നീണ്ടു നിന്നാൽ അത് നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കും. നമുക്ക് ഭ്രാന്തായി പോകും. നമുക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, കുടുംബത്തിലിരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ആശുപത്രി പോയി കഴിഞ്ഞാൽ അസുഖം മാറില്ല. ഇങ്ങനെ കഴിഞ്ഞാൽ ഈ വ്യക്തി എങ്ങനെ ജോലിയിൽ ശ്രദ്ധിക്കും? ഡൗൺ ആവും. ഓഫീസിൽ നിന്ന് ഇറങ്ങി പൊക്കോളം പറയും. അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഈ കാര്യം. ഒരു വേദന അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അനുഭവിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദന സ്ഥിരമായിട്ട് നമുക്കൊരു വ്യക്തിയുടെ ശരീരത്തിലോട്ട് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് മതി തകർന്നു പോകാൻ ആ വ്യക്തി. അപ്പോൾ എന്ത് പറ്റി? ബാക്കി 4 പേര് ഔട്ടാവും, 5-ാമത്തെ ആൾ കയറി വരും. പല ഓഫീസുകളിൽ പ്രശ്നമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നാണയങ്ങളോ മറ്റെന്തെങ്കിലും ഭസ്മങ്ങളോ ഈ പറഞ്ഞ ചരടുകളോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചതിയനായ ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ സപ്പോർട്ടർ അവനായിരിക്കും. പക്ഷെ അത് സപ്പോർട്ടല്ല, അവസാനത്തെ വെട്ടി വീഴ്ത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അതുകൊണ്ടാണ് ഇത് ഞാൻ കൈവശത്തിൻ്റെ കാര്യം പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വശ്യം വരുന്നുണ്ട്, സ്തംഭനം വരുന്നുണ്ട്, ഒരുപാട് കർമ്മങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് പോസിറ്റീവായിട്ടല്ല ചെയ്യുന്നത്, ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും ചെയ്യുന്നത്. ഈ കർമ്മം ഒരിക്കൽ ശരീരത്തെ ബാധിച്ചാൽ അത് ബാധാദോഷമായിട്ട് പിന്നീട് മാറും. പറഞ്ഞ ഈ നെഗറ്റീവ് ആത്മാക്കളുടെ സാന്നിധ്യമോ മറ്റു പല പ്രശ്നങ്ങളോ കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന ഓജോ ബോർഡ് ആത്മാക്കളെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് ആക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഓജോ ബോർഡിൽ വിളിച്ചാൽ ഈ ആത്മാക്കൾ വരുമോ, അല്ലെങ്കിൽ ആത്മാക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അതായത് ആത്മാക്കളായിട്ട് സംസാരിക്കാൻ പറ്റും. ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂവിലും ഞാനിത് പറയാറുണ്ട്. ഞാൻ സോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരാളാണ്, എക്സോസിസം പ്രാക്ടീസുകൾ ചെയ്യുന്ന ഒരാളാണ്. ഇതിനകത്ത് വലിയ അപകടങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നും. വാവ് ഇല്ല, ഒരു വാവും ഇല്ല.
ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ ലൈഫും പണയം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും അത് എൻ്റെ കഴിവല്ല, ഞാൻ നിൽക്കുന്ന ഈശ്വരൻ എന്താണോ ഈശ്വരാനുഗ്രഹം മാത്രമേ ഇതിൻ്റെ അകത്ത്. മറ്റ് ജോലിനെ പോലത്തെ ജോലിയല്ല ഈ ജോലി. ഓജോ ബോർഡ് ഈ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ലക്ഷക്കണക്കിന് ടെക്നിക്കുകളുണ്ട്. അതിലൊരു ടെക്നിക്കാണ് ഓജോ ബോർഡ്. ഓജോ ബോർഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് തുടക്കം പോലെ ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഓജോ ബോർഡ് കളിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ റൂമിൻ്റെ അകത്ത് നമ്മൾ ഈ റൂമിൻ്റെ അകത്ത് ഓജോ ബോർഡ് കളിക്കാൻ വേണ്ടി ഓജോ ബോർഡ് കൊണ്ടുവയ്ക്കുന്നു. നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കുന്നു. ഓജോ ബോർഡ് വരുന്നു, സോളായിട്ട് കണക്ട് ചെയ്യുന്നു, സാധനമൊക്കെ എഴുതുന്നു, നമ്മൾ മെഴുതിരി കത്തിക്കുന്നു, ലൈറ്റുകൾ മൊത്തം ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന അടുത്ത പ്രോസസ്സ്? സ്പിരിറ്റിനെ നമ്മൾ വിളിക്കും. ഇവിടെയാണ് ഇതിൻ്റെ അപകടം. ഓജോ ബോർഡല്ല അപകടം. നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ ഒരു സ്പിരിറ്റിനെ വിളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള സ്പിരിച്വൽ പ്രൊട്ടക്ഷനെ നമ്മൾ ബ്രേക്ക് ചെയ്തു നിർത്തും. അതായത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ക്രീം തേച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി നിൽക്കുക. പക്ഷെ നമ്മുടെ ശരീരത്തിൽ കൊതുക് കടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഈ ക്രീമൊന്നും തേക്കാതെ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കൊതുക് ഒന്ന് കടിക്കും. ആ കൊതുക് കടിക്കാതിരിക്കുന്നതിൻ്റെ നേരത്തെ കൊതുക് കടിക്കാതിരുന്നതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ക്രീം തേച്ചതുകൊണ്ടാണ്. ഈ ക്രീമാണ് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ. ഈ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ നമ്മൾ ഭക്തനായതുകൊണ്ടോ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടോ വന്നതല്ല. ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്ന എല്ലാ മനുഷ്യർക്കും യൂണിവേഴ്സ് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ. അതുകൊണ്ടാണ് ഇവിടെയുള്ള 30% ആളുകൾക്കും നെഗറ്റീവ് ഇഷ്യൂസ്, ഈ പറഞ്ഞ സോൾ ഇഷ്യൂസ് കൂടോത്രമൊന്നും പലപ്പോഴും ഏക്കാത്തത്. ഈ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ അവർക്ക് അവിടെ തന്നെ ഉണ്ടാവും. ഈ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ എപ്പോഴാണ് ബ്രേക്ക് ആവുന്നത്? ഒരാളെ ചതിക്കുമ്പോൾ, ഒരാളെ വേദനിപ്പിക്കുമ്പോൾ, കൂടോത്രം പോലുള്ള ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഒക്കൾട്ട് പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുമ്പോൾ, തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ബ്രേക്കായി പോകും. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മളും ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ അവിടെ ഇരുത്തി നമ്മുടെ ശരീരത്തിലോട്ട് പ്ലീസ് കം എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിലോട്ട് നമ്മൾ വിളിച്ചു വരുത്തുക. ദാറ്റ് മീൻസ് ആ നിമിഷം നമ്മുടെ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ബ്രേക്ക് ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ബ്രേക്ക് ചെയ്യാതെ ഇരിക്കാം, ഓജോ ബോർഡ് കളിക്കാതെ ഇരിക്കാം, കളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനെ ഇങ്ങനെ വിളിച്ചു വരുത്തുന്ന സമയത്ത് നമ്മളൊരു സ്പിരിച്വൽ ആണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ദൈവവിശ്വാസമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതൊന്നും അല്ലാത്ത ഒരു ലോ എനർജി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക കൂടെ ഇരിക്കുന്നത്, ഉറപ്പായിട്ട് ആ വ്യക്തിക്ക് പൊസഷൻ അടിച്ചിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ജനറേറ്റായി. ഓജോ ബോർഡ് കളിച്ചാൽ അടുത്ത നിമിഷം വരുന്ന ഫിയറാണ്. ഫിയർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അനുസരണ, ഈ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് മാറും. കൂട്ടത്തിൽ ഏറ്റവും വീക്കായിട്ടിരിക്കുന്ന ആരാണോ അവനെ ആയിരിക്കും പൊസഷൻ, അവനിലോട്ടായിരിക്കും സോള് കണക്ട് ചെയ്യാൻ പോകുന്നത്. സോള് കണക്ട് ചെയ്താൽ പിന്നെ അവന് ബിഹേവിയർ ഇഷ്യൂ സ്റ്റാർട്ടാവും. 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. മിനിമം 1 വർഷം കഴിയും ഇത് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയണമെങ്കിൽ. അതുവരെ ബിഹേവിയർ ചേഞ്ച് സംഭവിക്കും. അവൻ്റെ രൂപത്തിൽ മാറ്റം വരും, ശബ്ദത്തിൽ മാറ്റം വരും, അവൻ്റെ പ്രവൃത്തിയിൽ മാറ്റം വരും. ഒന്നിൽ കൂടിയ ആളുകൾ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകും, ഭയങ്കര നെഗറ്റീവാകും. പക്ഷേ നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ നീ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നത്, അതെൻ്റെ വീട്ടുകാരെല്ലാവരും അച്ഛനമ്മയും ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് എന്ന ന്യായങ്ങൾ നിർത്താൻ തുടങ്ങും. ആക്ച്വലി അത് ബിഹേവിയർ ഇഷ്യൂ ആണ്, പക്ഷേ ഇവരത് അക്സെപ്റ്റ് ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓജോ ബോർഡൊന്നും വേണ്ട, നിങ്ങൾ ഏറ്റവും നെഗറ്റീവായൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് നിങ്ങൾ കുറച്ച് ഈ പറയുന്ന ഇതുണ്ട്, നമ്മളെ കക്കകളോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു കളം വരച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങൾ വെൽക്കം ചെയ്ത് നോക്ക്, നിങ്ങളോട്ട് കണക്റ്റ് ആവും. പിന്നെ ഇത് മാറ്റാൻ പറ്റില്ല, കാരണം ഇത് നമ്മുടെ പെർമിഷനോടെയാണ് ഈ സാധനം വന്നിരിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. നമ്മൾ കാണാത്ത മറ്റൊരു ലോകം നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ആത്മാക്കളെല്ലാം എവിടെ പോയി? നമുക്ക് എന്തുകൊണ്ടത് കാണാൻ പറ്റരുത്, നമുക്ക് എന്തുകൊണ്ടത് മനസ്സിലാക്കാൻ പറ്റരുത്? എവിടെയും പോയിട്ടില്ല. ഇതെല്ലാം ഇവിടെ തന്നെയുണ്ട്. നമുക്കിത് അനുഭവിക്കാൻ പറ്റുന്നില്ല, ഇത് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നതെല്ലാം ഓരോ ആത്മാക്കളെയും തട്ടിയും തഴുകിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇതിനോട് നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ അപകടം നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനെ കണക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ദോഷങ്ങളോ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായ ഇഷ്യൂസൊക്കെ സംഭവിക്കുമ്പോഴാണ് ഇതായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ശരീരമില്ലാത്ത ഒരു സോളിന്, ഒരു പ്രേതരൂപത്തിന് ഒരിക്കലും എനർജി ക്രിയേറ്റ് ചെയ്യാൻ അധികം പറ്റില്ല. നമ്മുടെ ശരീരത്തിലുള്ള എനർജി വേണം ഇവർക്ക് എടുക്കാൻ, എങ്കിലാണ് ഇവർക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഇവരെപ്പോഴും ഓരോ മനുഷ്യരുമായിട്ട് ഇവർ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ബോഡിയിൽ നിന്നുള്ള എനർജി ഇവർ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ നെഗറ്റീവായ സ്ഥലത്ത് പോകുമ്പോഴോ മറ്റ് ഏരിയകളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ശരീരം വീക്കായി പോകണം. ശ്രദ്ധിച്ചോ, നമുക്കൊരു തളർച്ചയായിരിക്കും, നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല, ഒരു ഭയങ്കര നെഗറ്റിവിറ്റിയും തളർന്ന് കിടക്കുക തുടങ്ങിയിട്ടുള്ള കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ബോഡിയിലെ കംപ്ലീറ്റ് പ്രാണോർജ്ജം ഇറങ്ങിപ്പോയി.
ഇനി നമ്മൾ വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഈ സാധനം ഇരിക്കുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കിതിന് അന്ധവിശ്വാസമായിട്ടൊക്കെ എടുക്കാം, ശരിയാണ്. ഇത് അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട്, അവർക്ക് ഇത് അന്ധവിശ്വാസമല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറേ സൈക്കോളജിസ്റ്റുകളും ഡോക്ടേഴ്സും സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സൊക്കെ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കുന്നത് അവർക്ക് അനുഭവം വന്നുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ ഡോക്ടേഴ്സ്, ഇപ്പോൾ ഒരു സൈക്കാട്രി ഡോക്ടറിൻ്റെ അടുത്ത് പ്രേതബാധയുള്ള ഒരാൾ ചെന്നു എന്ന് കരുതുക. പുള്ളി നോക്കുമ്പോൾ എന്തായിരിക്കും നോക്കുന്നത്? സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. പുള്ളി മരുന്ന് കൊടുക്കും, പുള്ളി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കും, പിന്നെ പുള്ളി വേണമെങ്കിൽ ഒന്ന് ഹീൽ ചെയ്യാൻ നോക്കും. തീർന്നു, നമ്മളെയും ബാധിക്കും. ഒരു പൊസഷനുള്ള ഒരാളെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയോ നമ്മൾ അവരുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളത് കയറി ബാധിക്കും. അത് കുറേ ബാധിച്ച് കുറേ ആയി കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങും. പലപ്പോഴും സ്പിരിച്വൽ ഹീലേഴ്സിനും ഈ പറയുന്ന സ്പിരിച്വലായിട്ട് പ്രോസസ്സിൽ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അവസാനം ഭയങ്കര ദുരന്തങ്ങൾ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. വേറെ ഒന്നും കൊണ്ടില്ല, ഈ എനർജീനെ നമ്മൾ വെൽക്കം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെറ്ററായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചേട്ടൻ ഈ ഒരു ഫീൽഡിലോട്ട് വരാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു, ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ? ഇത് ഞാനായിട്ട് സെലക്ട് ചെയ്തൊരു മേഖലയല്ല. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ച് നടന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പിന്നീട് നമ്മുടെ ലൈഫിൽ വലിയ വലിയ പ്രോബ്ലംസ് വരുന്നു, മിസ്റ്റേക്കുകൾ വരുന്നു, ഇഷ്യൂസ് വരുന്നു. ആ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇത് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്നു. നമ്മുടെ അതുവരെ ഉണ്ടാകുന്ന വിശ്വാസങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു. ദൈവവിശ്വാസം ഇല്ലാത്തൊരുത്തനായിട്ട് മാറുന്നു. കാരണം എനിക്കറിയാം, ഞാൻ പറയുമ്പോഴും ഇതിനെല്ലാം കളിയാക്കിയും തെറി പറയാൻ വരുന്ന ആളുകളുടെ മാനസികാവസ്ഥ എനിക്കറിയാം. ഞാനും അവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഒരിക്കൽ. പിന്നീട് ഞാൻ എൻ്റെ യാത്ര ചെന്ന് അവസാനിക്കുന്നത് കന്യാകുമാരിയിലുള്ള എൻ്റെ ഗുരുവിൻ്റെ അടുത്താണ്. എൻ്റെ ഗുരു ശ്രീ ബ്രഹ്മാനന്ദഗിരി എന്ന് പറയുന്നതാണ് എൻ്റെ ഗുരു. തക്കലയിലാണ് ഗുരുവിൻ്റെ ആശ്രമം ഇരിക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ലൈഫിൻ്റെ മാറ്റങ്ങൾ എനിക്ക് വരുന്നത്. അവിടെ നിന്നാണ് ക്രിയായോഗങ്ങളെല്ലാം പഠിക്കുന്നതും പിന്നീട് എൻ്റെ ലൈഫ് ഞാൻ തുടങ്ങുന്നതും. ആ തുടക്കം പിന്നെ ഞാൻ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വരുന്നതോ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതോ ഒന്നും എൻ്റെ തീരുമാനത്തിലല്ല നിൽക്കുന്നത്. ഇവിടെ വന്നിരിക്കുമ്പോഴും ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴും ഞാൻ നന്നായിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സത്യസന്ധനായിട്ടിരിക്കുക, ഞാൻ ഒരാളോട് ബെറ്ററായിട്ടിരിക്കുക, ഇത്ര ഞാൻ ചെയ്താൽ മതി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് എൻ്റെ പ്രോസസ്സല്ല. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്ത് ചിന്തിക്കണം, നമ്മുടെ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മളെങ്ങനെ സ്നേഹിക്കണോ വേണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കൺട്രോളല്ല. ഞാൻ ഇതിനെ കൺസേൺ വെക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം വരുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് വേണ്ട, ഞാൻ ബെറ്ററായിട്ടിരിക്കുക, ഈ ഒരു മെത്തേഡ് നമ്മൾ സ്വീകരിച്ചാൽ മതി. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നു. പിന്നീട് എക്സോസിസം പോലുള്ള പ്രോസസ്സിലോട്ട് കിടക്കുന്നു. പിന്നീട് അവിടെ നിന്ന് ഒരുപാട് ദീക്ഷകൾ സ്വീകരിക്കുന്നു, ഒരുപാട് യാത്രകൾ ചെയ്യുന്നു, ആത്മാക്കളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ. കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആത്മാക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടാവുന്നു. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനത്തെ ആളുകൾ വരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ എൻ്റെ ഗുരുവിനോട് പറഞ്ഞു, ഗുരു എനിക്ക് സന്യാസ ദീക്ഷ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ ഹിന്ദു മതം അല്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യൻ മതത്തിൽ നിന്നാണ് ഞാൻ ഈ മതത്തിലോട്ട് മാറിയത്. മതത്തിലോട്ടല്ല, ഈ ഒരു സത്യത്തിലോട്ട് മാറിയത്, വിശ്വാസത്തിലോട്ട് മാറിയത്. അപ്പോൾ ഗുരുവിനോട് പറയുന്നപ്പോൾ ഗുരു പറയുന്നു, നിനക്ക് സന്യാസ ദീക്ഷ തരാം, പക്ഷെ ഇപ്പം തരാൻ പറ്റില്ല, നീ ഇപ്പോൾ പോയിട്ട് വാ, നിനക്ക് കുറച്ച് കാര്യങ്ങളവിടെ ചെയ്ത് തീർക്കാനുണ്ട്, ചെയ്ത് തീർത്തിട്ട് നീ വരാൻ പറയുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. അപ്പോൾ ഗുരുവിന് സന്യാസ ദീക്ഷ തരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ വന്നതെന്ന് പറഞ്ഞു. തിരിച്ച് അവിടെ നിന്ന് വന്നു, ഇപ്പോൾ ഈ പോയിന്റ് വന്ന് നിൽക്കുന്നു. അപ്പോൾ പല ആത്മാക്കൾ തേടി വരികയും രാത്രി ഇരുന്ന കമ്മ്യൂണിക്കേഷനും ആളുകളുടെ അവസ്ഥകളും അവരുടെ പ്രശ്നങ്ങളും എല്ലാം നമുക്ക് പറ്റുന്ന പോലെ എല്ലാവരുടെയും ഒന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പറ്റുന്ന കേസുകളെല്ലാം നമ്മളെടുത്ത് കൈകാര്യം ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കൂടുതലും എക്സോസിസം കേസുകളാണ് ഞാൻ കൈകാര്യം ചെയ്യാറ്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും എൻ്റെ കൺട്രോളല്ല. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പ്രോസസ്സുകളൊന്നും എൻ്റെ കഴിവ് ഉപയോഗിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കിതറിയില്ല. അതായത് ഒരു ആത്മാക്കളുടെ സാന്നിധ്യമുള്ള ഒരു മനുഷ്യൻ വരികയോ ഒരു അവസ്ഥയുള്ള ഒരാൾ വന്നോ കഴിഞ്ഞാൽ എന്നാൽ പിടിച്ചോ, ഒരു ടാബ്ലറ്റ് ചെയ്ത് കഴിച്ചോ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് ഇവിടെ ഇല്ല. ഇനി നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന ആവാഹന ഉച്ചാടനം പോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഫലിക്കണമെന്നില്ല. എന്നെ സഹായിക്കുന്ന, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റെന്തോ എനർജികൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതെൻ്റെ ഗുരുപരമ്പരയാവാം, അതെൻ്റെ ഉപാസന ദേവതയാവാം, അതെൻ്റെ ആര് വേണമെങ്കിലും ആവാം. അവരോട് നീതി പുലർത്തി നിൽക്കുക എന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്ന കാര്യം. ബാക്കിയുള്ള എല്ലാം അവരാണ് എനിക്ക് ചെയ്തു തരുന്നത്. ഇതിനകത്ത് എനിക്ക് ഒരു പങ്കുമില്ല, എനിക്ക് ഒരു കഴിവും ഇതിൻ്റെ അകത്തില്ല. ഞാൻ എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന കാര്യം, ഞാൻ റോജിൻ ബാബാജി എന്ന് പറയുന്നതൊന്നുമില്ല. ഞാനെന്ന് പറയുന്നൊരു ശരീരം നിലനിർത്താൻ വേണ്ടി ഞാൻ നിൽക്കുന്നു എന്ന് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ, ഒറ്റപ്പെടൽ അനുഭവിച്ച് വന്നപ്പോൾ, തകർന്ന് തരിപ്പടമായപ്പോൾ, കൂടെ നിന്ന ആളുകളെല്ലാം ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ച് പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരേ ഒരു വിശ്വാസമായിരുന്നു ദൈവവിശ്വാസം. ആ ഈശ്വരനെ വീണ്ടും സ്നേഹിച്ചു, വീണ്ടും കൂടെ നിന്നു, വീണ്ടും പ്രാർത്ഥിച്ചു,
വീണ്ടും പ്രശ്നങ്ങളുണ്ടായി, വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും തകർന്നു, വീണ്ടും പ്രാർത്ഥിച്ചു. പിന്നീട് പ്രാർത്ഥനയല്ല, അതൊരു സ്നേഹമായിട്ട് മാറി. കാരണം അപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം സംഭവിക്കുമ്പോഴും ജീവിച്ചിരിക്കുന്നു. ആ ഒരു സ്നേഹം പിന്നീട് പ്രണയമായി മാറി. ഈശ്വരനോട് അല്ലെങ്കിൽ ഭഗവാനോട്, ഭഗവതിയോട് ഭയങ്കര പ്രണയമായി മാറി. ആ പ്രണയം ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ ഗുരു പിന്നീട് ഒരു വട്ടം എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രണയഭക്തിയാണ് യഥാർത്ഥ ഭക്തി. പ്രണയത്തിലൊന്നുമില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല, അത് വേദനിപ്പിച്ചാലും പ്രശ്നമില്ല, ഇനിയിപ്പോൾ സ്നേഹിച്ചാലും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. പ്രണയിക്കുക എന്ന് പറയുന്നത് പ്രണയിക്കുക എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. ഞാൻ പ്രണയിക്കുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് പ്രശ്നം വരുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇത് തന്നെ നമ്മൾ ഈശ്വരൻ്റെ കാര്യത്തിൽ വിചാരിച്ചാൽ മതി. നിങ്ങളെ വേദനിപ്പിക്കുന്നതും നിങ്ങളെ ചവിട്ടി അരയ്ക്കുന്ന ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നെല്ലാം ഇറങ്ങിപ്പോയിട്ടുണ്ട്. പല സ്ഥാപനങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പല സ്ഥാപനങ്ങളിലും എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ ഞാൻ ചിന്തിക്കും, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മളിപ്പോഴും ചിന്തിക്കില്ലേ, എല്ലാവരും രക്ഷപ്പെട്ടു, കൂടെയുള്ള കൂട്ടുകാരൊക്കെ രക്ഷപ്പെട്ടു, നമ്മൾ രക്ഷപ്പെടുന്നില്ല. നമ്മൾ ജീവിച്ച സാഹചര്യമാണ്, നമ്മളോട് ഇനി ഇഷ്ടക്കുറവായതുകൊണ്ടാണോ, എന്താണ് പ്രശ്നം മനസ്സിലാവുന്നില്ല. വീണ്ടും പ്രശ്നങ്ങൾ, നമ്മൾ വേറെ എവിടെയെങ്കിലും പരിപാടി അവതരിപ്പിക്കും, അതും പാളും. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തകർന്നു പോവുക. ഇതാണ് അവസാനം സംഭവിക്കുന്നത്. ഈ കൺഫ്യൂഷനുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും നമുക്ക് ചുറ്റും. അവരോടായിട്ട് ഞാൻ പറയാം, നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടി യൂണിവേഴ്സ് നിങ്ങൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. അത് ഇക്ലിപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കില്ല, അത് പ്രതീക്ഷിക്കരുത്. ഇക്ലിപ്പെടുത്തുന്ന കാര്യങ്ങൾ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റായിട്ടൊരു വേദന തരാം, ഇഷ്ടത്തോടൊരു ദുഃഖം തരാം. അത് നമ്മുടെ ആഗ്രഹമാണ്. തരുന്നുണ്ടെങ്കിൽ നല്ല കനത്തി തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തകർന്ന് തരിപ്പടമായി ഇങ്ങനെ കയറിങ്ങനെ കെട്ടി നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കും. തൂങ്ങിയേക്കാം എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലോട്ട് നമ്മൾ കൊണ്ടെത്തിക്കും. ഇറ്റ്സ് എ ടീച്ചിങ്. നിങ്ങളെ ആളുകൾ ചതിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ്. കാരണം അവരിപ്പം ചതിച്ച് നമ്മൾ അറിഞ്ഞു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഇവർ നമ്മുടെ എല്ലാം കൊണ്ടുപോയേനെ. നിങ്ങളൊരാൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ വേദനിപ്പിക്കുമെന്ന് നമ്മളെ കാണിച്ചു തന്നതാണ്. നിങ്ങൾക്ക് കഴിവില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കഴിവില്ല എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത് മാത്രമാണ് നമ്മുടെ പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടന്നു വരുന്ന വേദനകൾ മുഴുവനും നിങ്ങളുടെ റിയലൈസേഷനാക്കി നമ്മൾ എടുത്താൽ മതി. അതല്ലാതെ അങ്ങനെ പറഞ്ഞോ എന്നാൽ കാണിച്ചു തരാം, റിവെഞ്ച് എടുക്കുക, നമ്മൾ പ്രതികാരം വീട്ടുക, ഒന്നും ആവശ്യമില്ല. യൂണിവേഴ്സ് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ വേദനിച്ചിരിക്കും, നിങ്ങൾ കരയും, നിങ്ങൾ നിന്ന് കരയും, നിങ്ങൾ വർഷങ്ങളോളം കരയും. ആ കരച്ചിൽ കാണാനോ കണ്ണീര് കാണാനോ ഒരു മനുഷ്യനും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ആ കണ്ണുനീര് ഒപ്പം പോലും നിങ്ങളുടെ അടുത്ത് ആരും വരില്ല. കാരണം ആ കണ്ണുനീര് ഇനി വരാൻ പാടില്ല എന്ന് യൂണിവേഴ്സിന് ഭയങ്കര നിർബന്ധമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നീ എന്തിനാ കരയുന്നത്, ഞാൻ എന്തിനാ കരയണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് നിനക്ക് താങ്ങാൻ പറ്റുന്നത്? എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അത് നീ കരഞ്ഞു. കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അടുത്തതും തരും, നമുക്ക് അടുത്ത പ്രശ്നം തരും. അടുത്ത പ്രശ്നം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൂപ്പ് പോലെ നമുക്ക് പ്രശ്നം വരും. നമ്മൾ ചിന്തിക്കുന്നത് എന്താ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ വരുന്ന പറഞ്ഞാൽ ഓരോ പ്രശ്നം വന്നപ്പോഴും നമ്മൾ പഠിക്കാത്ത കുറേ പാഠങ്ങളുണ്ട്. അതായത് ഞാനൊരാളെ സഹായിച്ചു, അവൻ എന്നെ ചതിച്ചു. അപ്പം നമ്മൾ ചിന്തിക്കും, ഞാൻ ദൈവവിശ്വാസിയാണല്ലോ, അതൊന്നും വേണ്ട. നമ്മൾ അടുത്ത ആളെ സഹായിച്ചു, അവനും ചതിച്ചു. ഈ ലോകത്ത് സ്നേഹിച്ചിട്ടും കൂടെ നിന്ന ആളുകൾ മാത്രമേ ആളുകൾ ചതിച്ചിട്ടുള്ളൂ. നമ്മളൊരാളെ സ്നേഹിച്ചാൽ മാത്രമേ ആ വ്യക്തിക്ക് നമ്മളെ വേദനിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇവിടെ സ്നേഹം കൊടുത്തതിൻ്റെ പേരിൽ വേദനിച്ച ആളുകളേ ഉള്ളൂ. സഹായിച്ചതിൻ്റെ പേരിൽ നശിച്ചു പോയ ആളുകളെ നമുക്ക് ചുറ്റുള്ളൂ. സഹായിച്ചതിൻ്റെ പേരിൽ നോബൽ പ്രൈസ് കൊടുത്തതോ സഹായിച്ചതിൻ്റെ പേരിൽ ജീവിതം രക്ഷപ്പെട്ട ഒരാളുടെ പേര് പറയാമോ? കാണൂല. തകർന്ന് തരിപ്പടമായി നമ്മുടെ എല്ലാം കൊണ്ടുപോയി, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ എല്ലാം കൊണ്ടുപോയി മനുഷ്യരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ദൈവം നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ആരും സഹായിക്കാനൊന്നുമല്ല. അവനവൻ്റെ കാര്യം ആദ്യം നോക്കുക, അതിനുശേഷം നമുക്ക് മറ്റുള്ളവൻ്റെ കാര്യം നോക്കാം. നമ്മുടെ കാര്യം നമ്മൾ നോക്കാതെ മറ്റുള്ളവൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ചിന്ത വരും, ഞാൻ സഹായിച്ചു, വാവ്, ഞാൻ എന്ത് സൂപ്പറാണ്, ഞാൻ എന്ത് അടിപൊളിയാണ്, ഞാനാണല്ലോ ഹെൽപ്പ് ചെയ്ത്. ആര് പറഞ്ഞു? സഹായം ചോദിച്ച് വരുന്നവൻ ഇനിയും നമ്മുടെ സഹായം തീർന്നു കഴിയുമ്പോൾ അവൻ അടുത്താളുടെ അടുത്ത് പോകും, അവൻ വീണ്ടും അടുത്താളുടെ അടുത്ത് പോകും. സഹായം ചോദിക്കുന്ന ആളുകളുടെ ജോലിയെ സഹായം ചോദിക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നില്ല? അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഇതിലൂടെ കടത്തി വിടുന്നതും നിങ്ങളെ കണ്ണീര് വരുന്നതും നിങ്ങൾ സങ്കടപ്പെടുന്നതും എല്ലാം നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതെല്ലാവർക്കും കിട്ടില്ല. അങ്ങനെ വരുന്നുണ്ടോ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്താ? നിങ്ങൾ സങ്കടപ്പെട്ട് കരഞ്ഞ് വിഷമിച്ച് തളർന്നിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ന്യൂറോൺസ് ആക്ടിവേറ്റ് ആവുന്ന പ്രോസസ്സാണ്. കരയുക, വിഷമിക്കുക,
സങ്കടപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലോട്ട് നമ്മൾ കൂടിയ അളവിലുള്ള എനർജി എടുത്ത് നമ്മുടെ ബ്രെയിനിലോട്ട് പമ്പ് ചെയ്ത് നമ്മുടെ അതുവരെയുള്ള ജീവിതത്തെപ്പറ്റി എല്ലാം ചിന്തിച്ച് ആലോചിച്ച് നമ്മളിങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയല്ലേ, ഇത് തന്നെയാണ് മെഡിറ്റേഷൻ. ദാറ്റ് മീൻസ് നിങ്ങൾ ഓരോ വട്ടം സങ്കടപ്പെടുമ്പോഴും നിങ്ങൾ ഓരോ വട്ടം മെഡിറ്റേഷൻ ചെയ്യുക, ഓരോ വട്ടം നിങ്ങൾക്ക് റിയലൈസേഷൻ സംഭവിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ദുഃഖിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അവസ്ഥയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആർട്ടിഫിഷ്യൽ മെഡിറ്റേഷൻ ചെയ്യേണ്ടി വരും. അതായത് നമ്മളല്ലാത്ത മെഡിറ്റേഷൻ ഇരുന്ന് ചെയ്യേണ്ടി വരും. ഇവിടെ അതല്ല. നിങ്ങളുടെ കൂടെ ഈശ്വരൻ ഉണ്ടെന്നതിൻ്റെ അർത്ഥം ഈശ്വരൻ ഇല്ല എന്നതിൻ്റെ അർത്ഥം. ഈശ്വരൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മരിച്ചു. ഈശ്വരനുണ്ട്, അതിൻ്റെ അർത്ഥം ഒന്നുമില്ല. ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിന്ന് ഏറ്റവും അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്തു പോവുക. എന്നെ പറ്റിച്ചോലോ, എന്നെ ചതിച്ചോലോ, നമ്മുടെ കഴിവുകേടിൻ്റെയാണ്. ഒരാളും കൈ ചൂണ്ടണ്ട. എൻ്റെ അച്ഛനമ്മ എന്നെ പഠിപ്പിച്ചില്ല, അതിനിപ്പോൾ എന്നെ പ്രശ്നം. പഠിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമുക്ക് താല്പര്യമില്ല. ഏതെങ്കിലും ആളുകൾ പണിയെടുത്ത് ജോലിയെടുത്ത് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കട്ടിലോ സോഫയിലോ ബെഡിലൊക്കെ ഇരുന്ന് കിടന്ന് ഒക്കെയാണ് ഡിപ്രഷൻ അനുഭവിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡിപ്രഷനെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലാവുന്നില്ല? അല്ലെങ്കിൽ നമ്മൾ പണിയെടുത്ത് ജോലിയെടുത്ത് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്, അതിനൊരു പർപ്പസുണ്ട്. അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ഒരു ജോലി പോയി, 2 ജോലി പോയി, 3 ജോലി പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ മേഖല. പിന്നെയും നമ്മളത് പിടിക്കാൻ നിൽക്കുമ്പോഴാണ് പിന്നെയും നമുക്കിട്ട് തട്ട് കിട്ടും. ഇവിടെ അബണ്ടൻസ് ഊർജ്ജം എന്ന് അബണ്ടൻസ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അബണ്ടൻസിൽ പെടുന്നതാണ് ഒന്നാണ് പണം. നിങ്ങൾ പണമല്ല ആഗ്രഹിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ മാത്രമാണ് വളർത്തേണ്ടത്. പണം, ആരോഗ്യം, സാമൂഹികം, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, മാനസികമായിട്ട് കാര്യങ്ങൾ, ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ളതാണ് അബണ്ടൻസ്, പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. നമുക്കിതൊന്നും വേണ്ട, നമുക്ക് പണം മാത്രം മതി. മനസ്സിലാവുന്നുണ്ട്? ഈ പണം മാത്രം പ്രതീക്ഷിച്ചാൽ അത് നെഗറ്റീവായിട്ട് മാറും. പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? പണം ആഗ്രഹിക്കണം. ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ നേരത്തെ ചെയ്തു എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പണം പ്രതീക്ഷിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ മാനസികമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ നിലനിർത്തണം. സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, സോഷ്യലായിട്ട് നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ പറയും ഞാൻ എവിടെ പോയാലും നെഗറ്റീവ് ആവുമെന്ന്. ആ വ്യക്തിയുടെ ക്യാരക്ടറേ നെഗറ്റീവാണ്. അതുകൊണ്ട് അതങ്ങനെ നെഗറ്റീവ് ആവുന്നത്. എല്ലാം വന്ന് ഈ പറയുന്ന ബ്ലാക്ക് മാജിക്കായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടല്ല നിൽക്കുന്നത്. കുറേയെല്ലാം നമ്മുടെ ബിഹേവിയർ ഇഷ്യൂ. അതുപോലെ തന്നെ ഈ മെൻ്റലിസ്റ്റുകൾ മരിച്ചുപോയ ആത്മാക്കളോടൊക്കെ സംസാരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്. അത് ശരിക്കും ഉള്ളതാണോ? അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് മരിച്ചുപോയ കാമുകനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയ അച്ഛനോട് സംസാരിക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ ഒരാളെ. മെന്റലിസം, ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുന്നത് ഒരു ടെക്നിക്ക് മാത്രമാണ്. ഇപ്പോൾ ഹിപ്നോട്ടിസം തെറാപ്പി എന്ന് പറയുന്ന സെഗ്മെൻ്റ് ഒക്കെ ഉണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ മെന്റലിസത്തിൽ തെറാപ്പി ഇല്ല, ഹിപ്നോട്ടിസത്തിൽ തെറാപ്പി ഉണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഹിപ്നോട്ടിസത്തിൽ തെറാപ്പി എന്ന് പറയുന്നത്, ഇപ്പോൾ ഗ്രീഷ്മയ്ക്കൊരു പ്രോബ്ലമായിട്ട് ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലാം, എനിക്കൊരു പ്രോബ്ലമുണ്ട്, പുള്ളി അവിടെ കിടത്തുന്നു, 1 2 3 എന്ന് പറയുന്നു, ചെറുതായിട്ടൊരു സ്ലീപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഒരു ഈ പറയുന്ന ട്രാൻസ് സ്റ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഗ്രീഷ്മേനെ തന്നെ പറഞ്ഞ് പറ്റിക്കും. ഗ്രീഷ്മ, നിൻ്റെ അസുഖം മാറി, 1 2 3 4 5 നിൻ്റെ തലവേദന റിലീസായി. അപ്പോൾ ബ്രെയിൻ എന്താ ചിന്തിക്കുന്നത്? വേദന റിലീസായി എന്ന് പറയുന്ന ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യും ശരീരത്തിൽ. ഇതേപോലെ തന്നെ ഹാലൂസിനേഷൻ ക്രിയേറ്റ് ചെയ്യിപ്പിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ബ്രെയിന് എന്ത് സജഷൻസ് ആണോ, എന്താണോ സന്ദേശം കൊടുക്കുന്നത്, അതുപോലെ തന്നെ ബ്രെയിൻ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇപ്പോൾ പ്രേതത്തെ കാണണോ? പ്രേതത്തെ കാണിക്കും. കാരണം ബ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു പ്രേതം ഉണ്ട്. ഈ പ്രേതത്തെ നമ്മൾ കണ്ടത് ഒന്നെങ്കിൽ സിനിമകളിലോ നോവലുകളിലോ പോസ്റ്ററിലോ റീൽസിലോ ആയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രേതത്തെ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വാവ്, ഈ പ്രേതം കൊള്ളാം, ഈ പ്രേതം തന്നെ ആയിരിക്കും അവിടെയും വരുന്ന പ്രേതം. അത് സേവ് ഈ ഇമേജും ആ ശബ്ദവും നമ്മുടെ ബ്രെയിൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. ഇതിനെ പിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം മോഹൻലാലാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ഈ ഹാലൂസിനേഷൻ കൊടുത്ത് പിക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു ടെക്നിക്ക് മാത്രമേ, ഇതിനകത്ത് ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. പക്ഷെ ഒരു അപകടമുണ്ട്. ഒരിക്കലും നമ്മുടെ മരിച്ചു പോയ അച്ഛനെയോ അമ്മേനെയോ സഹോദരങ്ങളെയോ വിളിച്ചു വരുത്താൻ നിങ്ങൾ ആരും നിന്ന് കൊടുക്കരുത്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു മരണത്തെ കണ്ട് അതിൽ നിന്ന് പുറത്ത് വരാൻ നമ്മളെടുക്കുന്നൊരു സമയമുണ്ട്. നമ്മളെടുക്കുന്ന സമയം ബോധപൂർവം അല്ലാതെ നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ മനസ്സും ശരീരവും എല്ലാം എടുക്കുന്നൊരു സമയമുണ്ട്. അത് ഒരു വർഷം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ പുറത്ത് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു അച്ഛനോ അമ്മയൊക്കെ ആരും മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ പുറത്ത് വരുന്നത്. ഒരു ഹിപ്നോട്ടിസ്റ്റ് വന്നിട്ട് ഭയങ്കര രസമാണ് ഇതൊക്കെ കാണിക്കാൻ. പക്ഷെ ആ വ്യക്തി അതിന് ശേഷം സംഭവിക്കുന്ന ചില മാനസികാവസ്ഥയുണ്ട്. പുറത്ത് വന്ന ഒരു പ്രശ്നത്തിലോട്ട് തന്നെ വീണ്ടും നമ്മുടെ ചിന്ത പോവും. നമ്മൾ വിട്ട വിഷയമാണ്, വീണ്ടും അതിലോട്ട് പോകും. വീണ്ടും ആ വ്യക്തിക്ക് മാനസികമായ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത ഒരുപാട് ഹാലൂസിനേഷൻ പരിപാടി ഉണ്ടല്ലോ, അത് പിടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.
അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ചേട്ടന് ഒരുപാട് താങ്ക്സ്. നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും ഇരിക്കാം.